വടകരയിലെ ആ തോൽവി ഇപ്പോഴും അംഗീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം അവരുടെ ഏറ്റവും വലിയൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരെ CPM ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാളാണ് ശൈലജ ടീച്ചർ. ആ കോവിഡിന്റെ കാലഘട്ടത്തിലൊക്കെ വലിയൊരു PR വർക്കാണ് ശൈലജ ടീച്ചർക്ക് വേണ്ടിയിട്ട് CPM നടത്തിയത്. അപ്പോൾ ആ ശൈലജ ടീച്ചറെയാണ് ഷാഫി പറമ്പിൽ ഇവിടെ വടകരയിൽ ചെന്നിറങ്ങി വലിയൊരു ഭൂരിപക്ഷത്തിൽ, കാരണം അവരൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, 1.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത്. അന്നു മുതൽ തുടങ്ങിയ ആ ഒരു വിഷമമാണ് CPM-നെ സംബന്ധിച്ച്. ഏത് തരത്തിലും ഷാഫി പറമ്പിലിനെ തകർക്കുക, അതിനു വേണ്ടിയിട്ട്. പിന്നെ അദ്ദേഹം അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് വളരെ വലുതാണ്. ഇപ്പൊ വടകര പാർലമെന്റിൽ ഒരു 5-6 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. ആ നിയോജക മണ്ഡലങ്ങളിലൊക്കെ വലിയൊരു തരംഗം സൃഷ്ടിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് CPM-നും പൂർണ്ണമായ ബോധ്യമുണ്ട്. കഴിഞ്ഞ 19 വർഷമായിട്ട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ MLA ഉണ്ടാവാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷെ ഈ തവണ അതിനൊക്കെ ഒരു മാറ്റം വരുന്ന തരത്തിൽ അദ്ദേഹം അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം വലിയൊരു മാറ്റം അവിടെ ഓരോ നിയോജക മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് CPM-ന് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. അതുപോലെ തന്നെ വളർന്നു വരുന്ന ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ യുവജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു നേതാവായിട്ട് ഷാഫി പറമ്പിൽ മാറിയിട്ടുണ്ട്.